Welcome to Shahi Effect. ഞാൻ ഒറ്റക്കൊരു പത്രസമ്മേളനം വിളിക്കാൻ വന്നത് എൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ്. അടുത്തത് എൻ്റെ നേരെയുള്ളത് അച്ചടക്ക ലംഘനം. അതിനകത്ത് വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ മെയിൻ ചാനലുകാരെയും പത്രക്കാരെയും 2 മാസമായിട്ട് പല തരത്തിലും സമീപിക്കുന്നുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കും നിങ്ങൾ എന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പിന്നെ കണ്ണൂര്, പയ്യന്നൂര്, കരുവള്ളൂരാണ് എൻ്റെ നാട്. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാള് സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബിൽ വരുമായിരുന്നു. അപ്പൊ ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു. കാരണം എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബാണ്, പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ്, ഇത് പറ്റൂല എന്ന് ഞാൻ സൗഹാർദ്ദത പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഇയാളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു. അതിന്റെ വീഡിയോ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ അയാള് നിന്റെ അച്ഛന്റെ വകയല്ല കോളേജ്, പുലിയടിച്ച് നീ പുറത്ത് പോയിക്കോന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരു 10 പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ അയാള് ലാബിന്ന് സർവേ ലാബാണ്, ഇൻസ്ട്രുമെന്റ്സ് കുറെ എടുത്ത് എൻ്റെ നേരെ എറിഞ്ഞു. അപ്പൊ ഞാൻ അത് മാത്രമല്ല, ഞാൻ രേഖാമൂലം അല്ലാതെ അധികാരികളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മദ്യപിച്ച് വരുന്ന അയാളുടെ പേര് അജിത്തേക്കാണ്. അപ്പൊ ഇവരാരും പരിഗണിക്കുന്നില്ല. പിന്നെ 2 അഡ്ഹോക്ക് സ്റ്റാഫും കംപ്ലൈന്റ് പറഞ്ഞു. അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി. അപ്പൊ ഇയാൾ NGO യൂണിയന്റെ മെമ്പർഷിപ്പും കൂടി ഇല്ലാതാണ് പ്രതി, ഞാനും അത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ 12 ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു. അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല. പിന്നെ ഡിസംബർ 30 ഞാൻ എൻ്റെ ലാബിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറെ ആള് ചുമരിനെ നോക്കിയിട്ട് ചിരിക്കുന്ന വീഡിയോ എടുക്കുന്ന, എന്താ ഇത് സംഭവം എന്നറിയാതെ ഞാൻ പോയി നോക്കിയപ്പോൾ ശ്രീലതയുടെ നഗ്ന വീഡിയോ രാത്രി 8 PM യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു. എന്നിട്ടും എടുക്കുന്നില്ല. അപ്പൊ ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ 1.5 ദിവസം നിരാഹാരമായിരുന്നു. അങ്ങനെ ഇവര് സ്റ്റേഷനിലേക്കും DT-യിലേക്കും ഫോർവേഡ് ചെയ്തു. സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന ഇതില് അവര് വന്നു, മൊഴി എടുത്തതല്ലാതെ അവര് FIR ഇടുന്നില്ല. വീണ്ടും ഇരുന്നപ്പോ അവര് വന്ന് FIR ഇട്ടു. ഈ സംഭവത്തിനെല്ലാം CCTV സ്ഥാപന മേധാവിന്റെ കയ്യിലുണ്ട്, തളിപ്പറമ്പ് പോലീസിലുണ്ട്. ഞാൻ എല്ലാ കാര്യത്തിനും 164 കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും പ്രതി എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്റെ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ പ്രതിയുണ്ട്. ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിന്റെ മേലെ കാലെടുത്ത് വെക്കുക, മൊബൈലിൽ പാട്ട് പാടുക. പിന്നെ ഇയാൾ വേറൊരു രോഗം എന്താന്ന് പറഞ്ഞാല് സെക്സ് വീഡിയോസ് ലാബിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ കയറുമ്പോൾ ഇതിന്റെ സൗണ്ട് കൂട്ടും. ഇതൊക്കെയാണ് ഇയാളൊരു ഹോബി. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത്. പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ്, ഗോവിന്ദ മാഷ നേതൃത്വത്തിലില്ല അന്ധമായ പൊളിറ്റിക്സ്, രാജേഷ് K എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാള്,
ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ അവര് ഈ സമയം വരെ ഷീ ആയ എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, എന്താണ് നിങ്ങളെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷം ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീന്റെ സംസ്ഥാന കോർഡിനേറ്ററും കൂടി ഇതിലുണ്ട്. അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അവരാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് മേധാവി. പിന്നെ ഇത്രയും സംഭവം എന്റെ ലാബ് മേധാവിയായ രാജേഷ് കെ എന്ന് പറഞ്ഞിടത്തും പറയുന്നത് ഇവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ പിറകിൽ അന്ധമായ പൊളിറ്റിക്സ് ആണ്. ADM-ന്റെയും സാജന്റെയും അതേ ഗതി എനിക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ഇവര് ചെയ്യുന്ന നീക്കാൻ എനിക്കറിയാം. പിന്നെ സർക്കാർ ഓഫീസുകളിലും ഇതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലും ലേഡീസിന് നേരെ നല്ല സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ തന്നെ ഒതുക്കുന്നതാണ് ഇവരുടെ രീതി. ശക്തമായ സംഘടനയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി. ഈ വ്യക്തിക്കെതിരെ 2 പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ തന്നെ ഇവരൊതുക്കി. ഇയാള് മുന്നേ വേറൊരു കോളേജിൽ നിന്ന് 2.5 ലക്ഷത്തിന്റെ മിഷൻ കട്ടുവെച്ചിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതും യൂണിയൻ ഇടപെട്ട് മുക്കി. ഇയാളൊരു സ്വത്തില് ഏട്ടന് വെട്ടിയ ഒരു പ്രതിയാണ്, അതും കോളേജുകാർ മുക്കി. ഇപ്പൊ പ്രതി ഞാനാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഒരു കാരണവുമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി. എരേന് പ്രതിനെ ഞാൻ ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പളുടെ ക്യാബിനിൽ. എന്നിട്ട് അയാൾക്കൊരു ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ അതിന്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. എന്തിന് എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഞാൻ ഏരിയാണ്. എന്റെ അമ്മ യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന റെസ്റ്റിലാണ്. അമ്മേനെ വിട്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന നിലയിലെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ 2 മാസമായിട്ട് മൂവ് ചെയ്ത് തളിപ്പറമ്പ് സ്റ്റേഷൻ 164 കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി പ്രിൻസിപ്പാൾ ഇവർക്ക് മൊത്തം കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ എടുക്കാം. ഞാൻ പ്രിന്റ് എടുത്തിട്ടാ വന്നത്. പിന്നെ ഞാൻ 40,000 രൂപ കെട്ടി സ്റ്റേക്ക് പോയി. അതിൽ എന്റെ അലിഗേഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേ കിട്ടിയില്ല. ഈ അലിഗേഷൻസ് ഇവർ ഉണ്ടാക്കുന്ന അലിഗേഷൻസ് ആണ്. ഇവര് പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഇത് അവിടെ ഒതുക്കാൻ നോക്കി, അതിനവർക്ക് പറ്റിയില്ല. അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇത് വന്നത്. പിന്നെ ഒരു പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിന്റെ നേരെ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ആള് ജയിലിൽ കിടന്നു. അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അയാൾക്കെതിരെ ചുമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചുമത്തിയത്. എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വിലസുന്നത്? ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു. 2 മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ. കൂടെ എനിക്ക് അതിലും വലിയ പണിഷ്മെന്റ്. ഇതാണ് ഇവിടുത്തെ നീതി, ഇതാണ് മുഖ്യമന്ത്രി. ആരാണ് ഇരക്കൊപ്പം? പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത്. അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും. രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഇല്ലീഗൽ ഇതായിട്ട് സീനിയോറിറ്റി മറികടന്ന് അവിടെ ഇരുന്നിട്ട് ഗുണ്ടായിസ കളിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. CPM-ന്റെ ഒത്താശയോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആരാണ് ലേഡീസിന്റെ കൂടെ? ആരാണ് ഇരക്കൊപ്പം? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അതിന് ഉത്തരം കിട്ടാതെ ഞാൻ തലസ്ഥാനത്ത് നിന്ന് പോകൂല. എന്നെയാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. ഏതൊക്കെയാണ് പണി? ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ്. അതായത് എന്റെ നേരെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയാണ് ഞാൻ പ്രതികരിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ MP-ക്ക് സിനിമയിൽ അഭിനയിക്കാം, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് സിനിമയിൽ അഭിനയിക്കാം. ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി വാങ്ങിക്കൊടുത്താൽ യൂട്യൂബ് ഉണ്ട്. എക്സൈസ്, പോലീസ് എല്ലാരും ചെയ്യുന്നുണ്ട്. എന്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞു, 19-ൽ ഡിവോഴ്സായി. ഞങ്ങളൊരു ഗ്രാമീൺ ഫാമിലിയാണ്. അപ്പൊ ഞാൻ 30 വർഷമായിട്ട് ഒറ്റക്കാ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ 49 ആയി. അപ്പൊ എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ. അതായത് കരുവള്ളൂരിലെ കുറെ സഖാക്കന്മാര് വാതിൽ മുട്ടിയിട്ടുണ്ട്, വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് CPM-ന്റെ നേതാക്കന്മാര്. അപ്പൊ ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ട്രാൻസ്ഫർ ആക്കേണ്ട കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീലുമൈ ലൈഫ് എന്ന് പറഞ്ഞ എന്റെ ലൈഫ്, എന്റെ പേര് ശ്രീലത എന്നാണ്. എന്റെ ലൈഫിൽ ആര് ചോദിച്ചിട്ടില്ല തെമാടിത്തരായാലും ഞാൻ പറയാം. അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കാൻ പറ്റും.
മീഡിയസും കൂടി എന്നോട് 2 മാസമായിട്ട് സഹകരിച്ചിട്ടില്ല. ഞാൻ റിപ്പോർട്ടറെ വിളിക്കുന്ന, ഏഷ്യാനെറ്റിനെ വിളിക്കുന്ന, ഇവരെല്ലാം ഫോൺ കട്ട് ചെയ്യുക ചെയ്യുന്നു. ഇത്രമാത്രം പേടിക്കുന്ന ഈ ലോകത്ത് എങ്ങനെയാ ജീവിക്കുക? എനിക്ക് ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് ഈ പേടിയില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു സാധാരണക്കാരോട് സഹകരിക്കാത്തെ? ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങൾ എത്രമാത്രം ആഘോഷിച്ചു. അതിന് വലുതാ ഞാൻ നേരിട്ടത്. ഇപ്പോഴും ഞാൻ അവിടെ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളേ. ഇന്ന് എന്റെ ജോയിനിങ് ടൈം തീർന്നു. ഞാൻ ഇനി എയറിലാണ്, ഇനി എനിക്ക് സർവീസ് ബ്രേക്ക് ആണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആസ് എ ഗവൺമെന്റ് എംപ്ലോയി നിലയിൽ. ഞാൻ ഇന്ന് പോയപ്പോ എന്നോട് DT നിന്നാന്നറിയ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു. DTനെ കാണാൻ അനുവദിച്ചില്ല. ഞാൻ അവിടെ ടോക്കൺ എടുത്തു, അനുവദിച്ചില്ല. ക്ലർക്കുമാരെ ഗുണ്ടായിസാണ് ഇതിന്റെ ബാക്കില്. പിന്നെ ഓരോ സർക്കാർ ഓഫീസും നിയന്ത്രിക്കുന്നത് OAമാരാണ്, മേലധികാരികളല്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ തെറ്റാണ്. OAമാരാണ് സംഘടനാ നേതാക്കളും ഇതുപോലുള്ള ലേഡീസിനെ ഉപദ്രവിക്കുന്നതും OAമാരാണ്, അല്ലാതെ സാധാരണ വലിയ നേതാക്കന്മാരല്ല. ഇവിടുന്ന് എന്നെ പാർട്ടി ഓടിച്ചു. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് ഡയറക്ടറെ കാണാൻ പറ്റൂല, ഇനി ഇവിടെ നിന്ന പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ക്ലർക്ക്. എന്താണിത്? എന്ത് നീതി? എന്ത് നീതി? എന്റെ ട്രാൻസ്ഫർ തിരിച്ച് എന്റെ സ്ഥാപനത്തിലേക്ക് തന്ന് ഈ 3 മേലധികാരികൾ അവിടുന്ന് മാറ്റി നിർത്തി അന്വേഷിച്ച് പ്രതിക്കെതിരെ കർശനമായ നടപടി, പ്രൊട്ടക്ട് ചെയ്തവർക്കെതിരെ നടപടി ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകില്ല. കാരണം ഇനി ഇങ്ങനൊരു ഇതൊരു ലേഡിക്ക് ഉണ്ടാവാൻ പാടില്ല. യൂട്യൂബ് ചാനൽ 1.5 വർഷമായി. അതിനിപ്പോഴാണ് ഇവര് പണിഷ്മെന്റ് തരുന്നത്, ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ സർവീസ് ഒന്ന് വിട്ടോട്ടെ, അത്ര തന്റെ ഉണ്ടെങ്കിൽ സസ്പെൻഷൻ അടിക്കട്ടെ. പിന്നെ നഗ്ന വീഡിയോ ഉണ്ടെങ്കിൽ അവര് കാണിച്ചു തരട്ടെ. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നതിന്റെ എവിഡൻസ്. ഒരുപാട് ആള് സീനിയോറിറ്റിയിൽ അവര് വെളിയിലുണ്ട്. ഇതാണ് അയാൾ കയറിയിരിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ലീഗലി നീങ്ങിയതാണ്. ഈ പ്രതി ഇപ്പോ ജാമ്യം എടുത്തോ ഒന്നും അറിയില്ല. ഇയാൾക്കെതിരെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറയാം, ഞാൻ മെഡിക്കൽ അവധിയിലാണ്, ഇനിയിപ്പോ അയാളെ ട്രാൻസ്ഫർ ആക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എനിക്ക് നമ്മളെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്ന് വന്നു എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ആർക്കൊപ്പാണ്? എന്തിനാണ് ഇങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ട് ലേഡീസിനെ ദ്രോഹിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിനൊക്കെ ജോലി ചെയ്യണ്ടേ? വരുവോ തരുവോ കാണോ എന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം? ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം? എനിക്ക് മുഖ്യമന്ത്രി പറയണം. പിന്നെ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ആളും ഈ വന്ദന എന്ന് പറയുന്ന ആളൊക്കെ ആയിട്ട് മന്ത്രി ബിന്ദുവിന് വളരെ അടുത്ത ഇടപാടുള്ള ആൾക്കാരാണ്. കാരണം ഈ കൺസൾട്ടൻസി ടെസ്റ്റിംഗ് പോലുള്ള വർക്ക് നടക്കുന്ന സ്ഥാപനമാണ്. ഇവരെല്ലാം തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ട്. അപ്പം നീതി എനിക്ക് കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നത്. പൊളിറ്റിക്സ് നല്ലോണം ഉണ്ട്. ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ്. ഒരുപാട് ആത്മഹത്യ. ഇപ്പൊ ഹെൽത്ത് നിലവിൽ ലേഡി 2 ആഴ്ച മുന്നേ ആത്മഹത്യ ചെയ്തു, മേലധികാരിന്റെ പീഡനം കൊണ്ട്. ഇവർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. ഞാൻ പൊരുതാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം കൃത്യമായിട്ട്. ഏത്? ഞാൻ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയും. അതായത് ടീച്ചിങ് പോസ്റ്റ് ആണ്. രാവിലെ തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത് പ്രാക്ടിക്കലിന് വരും. ടീച്ചിങ് പോസ്റ്റ് ആണ്. ഞാൻ വെക്കേഷൻ സ്റ്റാഫാണ്. എന്റെ കൂടെ ഇരിക്കുന്ന ആൾ തന്നെ ഇത് ചെയ്തത്. അതിന് CCTV എവിഡൻസ് ഉണ്ടായിട്ടും നടപടിയില്ല. എനിക്കാണ് പച്ചടക്ക നടപടി. എന്നാ സാറേ, പ്രതിപക്ഷ നേതാക്കളെ എനിക്ക് സത്യത്തില് ഒരു പൊളിറ്റിക്സിലും വിശ്വാസമില്ല. കാരണം ഇവർ ഉള്ളാലെ എല്ലാവരും കല്യാണത്തിനും സദ്യക്കൊല്ലം പോയി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് സത്യത്തിൽ ആരെയും സമീപിക്കണമെന്നില്ല. പിന്നെ ഞാൻ കോടതിയിലാണ് വിശ്വസിച്ചത്. കോടതി എനിക്ക് സ്റ്റേ തന്നില്ല. അതെന്താന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് മാധ്യമങ്ങളോടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പബ്ലിക് അറിയുമെന്നില്ല ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത്. ഇപ്പം പിന്നെ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഇനി ഭരണം മാറിയാലും അവിടെ ഉള്ളവർ അവര് തന്നെയാണ് സാർ. അതൊക്കെ നമ്മളെ അനുഭവമാണ്. ഇനി കേരളല്ല, ഇന്ത്യ അല്ല, ആര് ഭരിച്ചാലും കണ്ണൂര് തന്നെയാണ്. അവിടെ നമ്മൾ ഉച്ചക്ക് വന്നിട്ട് ഒരാള് പറയുന്നത് ഇത് രാത്രിയാണ്, നിങ്ങൾ വേറെ ഉറങ്ങിപ്പോകുന്നു. അപ്പൊ നമ്മൾ ഉറങ്ങണം. അതല്ല ഇത് ഉച്ചയല്ലേന്ന് ചോദിച്ചാൽ പണിയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു എറിയാണ് ഞാൻ. ഒന്നും അങ്ങോട്ട് ചോദ്യമില്ല, അങ്ങോട്ട് വർത്താനമില്ല. ഇതാണ് അവിടുത്തെ ഭരണ സംവിധാനം.
ഇതിപ്പോ VD സതീശനെയോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി MP ഒന്നും കണ്ടു തീർക്കേണ്ട പ്രശ്നമൊന്നുമില്ല. എസ് എ ലേഡി, കേരളത്തിലെ ഒരു ലേഡി എന്നുള്ള നിലയിൽ എനിക്കെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് ബോർഡ് എഴുതുക, ആക്രമിക്കുക, ഇതിനൊക്കെ എന്തിനാ പ്രതിപക്ഷം? ഭരണപക്ഷം പിന്നെന്തിനാണ്? പോലീസ് എന്തിനാണ്? ഞാൻ രണ്ടാമത് സ്റ്റേഷനിൽ പോയിട്ട് എടുത്തില്ല. പോലീസ് എന്നെ കാണുമ്പോ തന്നെ എന്ത് ചെയ്യുന്നില്ല ഒരു മാനസികാവസ്ഥ ഇവരുടെ മുഖത്ത്. കാരണം അവിടെ വിളിച്ചതുകൊണ്ട് മുഖ്യമന്ത്രിൻ്റെതല്ലേ ആഭ്യന്തര വകുപ്പ്. എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? എനക്ക് ഇത് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമാണ്. ഇരക്കൊപ്പം ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ പരസ്യ പ്രസ്താവന നടത്തില്ല മുഖ്യമന്ത്രി ഇരക്കൊപ്പം ഉണ്ടെന്ന്. അപ്പൊ ലേഡീസിന്റെ ഏത് കാര്യത്തില് ഇവര് ഏതെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഇതൊക്കെ എവിഡൻസ് ആണ്. ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, എവിഡൻസ്. ഇതൊക്കെ FIR ഇട്ട പ്രതിയാണ്. എവിഡൻസ് ഉണ്ട്, CCTV ഉണ്ട്. പിന്നെ ഇയാൾ ആക്രമിക്കുന്ന വീഡിയോ എന്റെ അടുത്തുണ്ട്, ഇയാൾ ചുമരെഴുതിയ വീഡിയോ എന്റെ അടുത്തുണ്ട്, എല്ലാം ഉണ്ട്. പ്രിൻസിപ്പൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നതെന്ന് എന്റെ അടുത്തുണ്ട്. ഇനി എന്തിനാ മറ്റു ലെവലില്? ഇതൊക്കെ പോരെ ഇവിടെ? എന്റെ വീട്ടിലാണെങ്കിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് അച്ഛനില്ല, ഭർത്താവില്ല, സഹോദരങ്ങളിൽ ഒന്നുമില്ല. ഒരു പെണ്ണിനെ, ഒരു ലേഡീനെ ദ്രോഹിക്കുന്നതിന് എന്ത് ഭരണായാലും അല്ലാത്തവരായാലും സുരക്ഷിതത്വമില്ല, ജോലിയില്ല. ഇന്ന് മുതൽ ജോലിയില്ല. കാരണം എന്റെ ജോയിനിങ് കാലാവധി ഇന്ന് തീർന്നു, ബ്രേക്കാണ് ഇനി. അത് ഇന്ന് എന്റെ ട്രാൻസ്ഫർ മാറ്റിയിട്ട് എന്റെ കണ്ണൂരേക്ക് എന്നെ നിയമിക്കണം. അമ്മക്ക് ഈ അവസ്ഥ എന്ന് പറയാൻ പോയപ്പോ അവര് ഭീഷണിപ്പെടുത്തി ഓടിച്ചു DT-ന്ന്. ഇപ്പൊ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞു, ഇപ്പൊ 10:30. അതുകൊണ്ട് ഈ പ്രിന്റിലും കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല. അവരാണെന്ന് ഓടിച്ചു. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡിയാണ്. ഇതെന്താ ഇങ്ങനെ? ഇവരൊന്നും കാണാൻ പോയാൽ നമ്മളെ കേട്ടുമില്ല. കാരണം നമുക്ക് പൊളിറ്റിക്സ്, അന്ധമായ പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നും കാണാനും പറ്റൂല. എങ്ങനെ നീങ്ങണം എന്നുള്ളത് അറിയാത്തോണ്ട് കണ്ണൂരും കോഴിക്കോടും എറണാകുളം വിളിക്കാതെ ഈ മുഖ്യമന്ത്രി തന്നെയുള്ള നാട്ടിലേക്ക് വന്നത്. ഇന്നലെ KSRTC ബസിന്റെ താഴെ സീറ്റില്ലാണ്ട് പേപ്പർ വെച്ചിട്ടാ വന്നത്. ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് അറിയണമെന്ന് വെച്ചിട്ട്. കാരണം ഇന്ന് എന്റെ കാലാവധി തീർന്നു ജോലിന്റെ. 7 ദിവസമുണ്ട് ജോയിനിങ് ഡേറ്റ്. അത് ഇന്ന് തീർന്നു. നാളെ മുതൽ ഞാൻ എയറിലാണ്. സാലറി ഇല്ല. ഈ നേരത്തെ പറഞ്ഞ പ്രതിന്റെ ശല്യം കൊണ്ട് ഞാൻ 57 ദിവസം ലോസ് ഓഫ് എടുത്തു. അന്നേരം ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ വരാത്തേന്ന്. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജോലി ചെയ്യണം, 78 വയസ്സായി അമ്മേനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. ഞാനങ്ങനെ ഗസറ്റഡ് പോസ്റ്റും അല്ല, ലോ ക്ലാസ്സും അല്ല, ഒരു മീഡിയം സർക്കാർ ജീവനക്കാരിയാണ്. എനിക്ക് എന്റേതായ ഒരുപാട് പരിമിതികളുണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ. അപ്പൊ എനിക്ക് നാളെ മുതൽ ജോലിയില്ല, സാലറിയും ഇല്ല. എനിക്ക് എന്റെ ട്രാൻസ്ഫർ എന്റെ കോളേജിലേക്ക് കിട്ടിയേ പറ്റൂ. എന്തിനാണ് നീതി നിഷേധിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു നേതാക്കന്മാരെ ഒന്നിലൊന്നും വിശ്വാസമില്ല. ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് സത്യസന്ധമായിട്ട് തേടുന്നത്. എന്ത് എവിഡൻസ് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട്. ഇതിന് യാതൊരുവിധ കളവോ ചതിവോ ഒന്നും ഇല്ലാതെ തന്നെ വന്നതാണ്. തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം. അവരെ സപ്പോർട്ട് ചെയ്തവര് കോളേജിന് പുറത്തു പോകണം. ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പലിനെതിരെ നടപടി വേണം. എല്ലാം വേണം. ഞാൻ ഇതിന് പിന്മാറുള്ളൂ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.